നമസ്കാരം. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ന്യൂമറോളജിയും നിങ്ങൾ ജനിച്ച ദിവസവും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ ചില ഫലങ്ങളെക്കുറിച്ചാണ്. അതിനാദ്യമായി ഈ നൽകിയിരിക്കുന്ന സംഖ്യകളിൽ നിങ്ങൾ ജനിച്ച ദിവസം ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഈ നൽകിയിരിക്കുന്ന സംഖ്യകളിൽ നിങ്ങൾ ജനിച്ച ദിവസം ഉണ്ട് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിനായി നിങ്ങളുടെ ജനന തീയതി 23/4/2009 എന്നാണെങ്കിൽ നിങ്ങളുടെ സംഖ്യ, അതായത് നിങ്ങളുടെ ജനിച്ച ദിവസം ഈ സംഖ്യകളിൽ ഉള്ളതായി കാണാം. എങ്കിൽ മാത്രം, അതായത് നിങ്ങൾ ജനിച്ച ദിവസം ഈ സംഖ്യകളിൽ ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ഇത് തുടർന്ന് കണ്ടാൽ മതിയാകും. അപ്പോൾ നമുക്ക് നിങ്ങൾ ജനിച്ച ദിവസവും ന്യൂമറോളജിയും എല്ലാം ബന്ധപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം എന്നത്, ഈ സംഖ്യകളിൽ ജനിച്ചിട്ടുള്ളവർ, അതായത് ഈ ദിവസങ്ങളിൽ ജനിച്ചിട്ടുള്ള വ്യക്തികൾ വളരെയധികം സഹായ മനസ്കതയുള്ള വ്യക്തികളായിരിക്കും എന്നുള്ളതാണ്. കൂടെയുള്ളവരെ എപ്പോഴും പരിഗണിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ എന്ന് പറയുന്നത്. കൂടെയുള്ളത് ആരാണെങ്കിൽ പോലും, അതായത് അത് മിത്രം തന്നെ ആകണമെന്നില്ല, ശത്രുവാണെങ്കിൽ പോലും അവർക്കൊരാപത്ത് വരികയാണെങ്കിൽ ഇവർ അവിടെ സഹായത്തിനായി ഓടിയെത്തും എന്നുള്ളതാണ് ഇവരുടെ ഒരു മേന്മ. ജീവിതത്തിൽ എന്നും മറ്റുള്ളവർക്ക് എപ്പോഴും ഉപകാരമുള്ള വ്യക്തികളായിരിക്കും ഇവർ. അടുത്തതായി ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, ഏതൊരു കാര്യത്തിലും ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരായിരിക്കും. ഒരു അതുല്യത, അതായത് ഒരു യുണീക്നെസ് ഏത് കാര്യത്തിലും ഇവർ എപ്പോഴും നിലനിർത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നോ അത് തന്നെ താനും ചെയ്യണമെന്ന് ഒരു നിർബന്ധ ബുദ്ധിയും ഇവർക്കില്ല. കാരണം മറ്റുള്ളവർ അത് പറഞ്ഞു കഴിഞ്ഞാലും, അതായത് എല്ലാവരും അത് ചെയ്യുന്നുണ്ടല്ലോ, നീയും അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനെ, ആ വാക്കിനെ തട്ടിക്കളഞ്ഞുകൊണ്ട് ഇവർ ഇവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ ഒരു സ്വഭാവം കാരണം പലപ്പോഴും ജീവിതത്തിൽ ഇവർക്ക് പല കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാവരും ഒരേ രീതിയിലൂടെ പോകുമ്പോൾ വ്യത്യസ്തത ഇഷ്ടപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമാർന്ന രീതിയിലൂടെ മുന്നോട്ടു പോകുന്നവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതലും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇവർ ഇവരുടെ സ്വഭാവം മാറ്റുവാൻ ഒരിക്കലും തയ്യാറല്ല. എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിൽ തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ വ്യക്തികൾക്ക് ഉള്ളിലൊരു കാര്യം വെച്ചുകൊണ്ട് പുറമെ മറ്റൊന്ന് നടിക്കുവാൻ അല്ലെങ്കിൽ പെരുമാറുവാൻ സാധിക്കുന്നവരല്ല. ഇവരുടെ ഉള്ളിൽ എന്താണോ അത് അങ്ങനെ തന്നെ മുഖത്ത് തെളിഞ്ഞു കാണും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഉദാഹരണമായി, ഇവരുടെ ഉള്ളിൽ ദേഷ്യമാണ് ഉള്ളത് എങ്കിൽ അത് എത്ര തന്നെ പുറമെ ഹൈഡ് ചെയ്ത് പിടിക്കുവാൻ ശ്രമിച്ചിരുന്നാലും അതിന് കഴിയില്ല. മുഖം സത്യം വിളിച്ചു പറയുന്നതാണ്. ഉള്ളിലൊന്നും
പുറത്ത് മറ്റൊന്നും വച്ച് പെരുമാറുവാൻ സാധിക്കാത്ത വ്യക്തിത്വങ്ങളാണ് ഇവർ എന്ന് പറയുന്നത്. ഈ വ്യക്തികൾക്ക് ഒരുപാട് സുഹൃത്തുക്കളും വലിയ സുഹൃത്ത് വലയങ്ങളൊന്നും കാണുകയില്ല. ഈ വ്യക്തികൾക്ക് ജീവിതത്തിൽ വളരെ ചുരുക്കം ചില അടുത്ത കൂട്ടുകാർ മാത്രമേ, അതായത് അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഉള്ള സുഹൃത്തുക്കളെ ജീവന് തുല്യം സ്നേഹിക്കുവാൻ ഇവരെ കഴിഞ്ഞേ മറ്റാർക്കും കഴിയുകയുള്ളൂ എന്നതാണ് മറ്റൊരു വാസ്തവം. ജീവിതത്തിൽ ഇവർ വിശ്വാസവഞ്ചനയും ചതിയും പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ചതി ചെയ്തവരോടൊക്കെ ക്ഷമിച്ച ചരിത്രമേ ഇവർക്കുള്ളൂ. പക വീട്ടുവാനും വൈരാഗ്യത്തോടെ പ്രവർത്തിക്കുവാനും ഇവർക്ക് സാധിക്കില്ല. ജീവിതത്തിൽ ഇത്തരത്തിൽ ദുരനുഭവങ്ങളെല്ലാം വളരെ അടുത്തു നിന്ന വ്യക്തികളിൽ നിന്നു തന്നെ ഉണ്ടായിട്ടുള്ളവരാണ് ഈ വ്യക്തികൾ. വളരെയധികം സ്വന്തമെന്ന് കരുതിയ വ്യക്തികളിൽ നിന്ന് പോലും, അതായത് അത്രയുമധികം അടുത്തു നിന്ന വ്യക്തികളിൽ നിന്ന് പോലും തിക്താനുഭവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികളാണിവർ. ഇവരുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്തെന്നാൽ വാക്കുകൾക്ക് മൂർച്ചയുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഒരു വ്യക്തി വലിയ വിഷമത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവർ അടുത്തു ചെന്ന് ഒരു സാന്ത്വന വാക്കിനാൽ അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നു എന്നതാണ് ഇവരുടെ ഒരു വലിയ പ്രത്യേകത. മറ്റൊന്ന്, ഒരു വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ എല്ലാവരെയും ഒരുപോലെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കുവാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഇവരുടെ ജീവിതത്തിൽ കുഴപ്പക്കാരായ വ്യക്തികൾക്ക് ചുട്ട മറുപടി കൊടുക്കുവാൻ ഇവർ എപ്പോഴും തയ്യാറാണ്. നന്നായി കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുവാൻ, അതായത് കൊള്ളേണ്ടത് കൊള്ളേണ്ട ഇടത്ത് കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു. അതുപോലെ തന്നെ കൂടെയുള്ളവരെ എപ്പോഴും, സ്നേഹിക്കുന്നവരെ എപ്പോഴും സന്തോഷിപ്പിച്ച് നിലനിർത്തുവാനും ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ വാക്ചാതുര്യം ഇവർക്ക് അത്രയും അധികം തന്നെയാകുന്നു. വാക്കുകൊണ്ട് മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കുന്നതും വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ തീർക്കുവാനും വേണ്ടി വന്നാൽ വാക്കുകൊണ്ട് നല്ല ചുട്ട മറുപടി കൊടുത്ത് മറ്റുള്ളവരുടെ വായ അടപ്പിക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുവാൻ കഴിയുന്നവരാണ് ഈ വ്യക്തികൾ. തന്റെ കഴിവും കഴിവുകേടും മറ്റുള്ളവരെക്കാൾ നന്നായി ബോധ്യമുള്ള വ്യക്തികളായിരിക്കും ഇവർ. മറ്റൊന്ന്, മനസ്സിൽ ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കുവാനായി ഇവർ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലൊരാഗ്രഹം കടന്നുകൂടിക്കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. ചുറ്റുമുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഇവർ മറന്നുപോകുന്നതാണ്. ആ ആഗ്രഹം മാത്രമായിരിക്കും ഇവരുടെ മനസ്സിൽ എപ്പോഴും. മനസ്സിലൊരാഗ്രഹം കയറിക്കൂടിക്കഴിഞ്ഞാൽ പിന്നീട് ആ ആഗ്രഹം നിറവേറ്റുവാൻ വേണ്ടിയായിരിക്കും ഇവർ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. നിങ്ങളിൽ ഇത്തരം സ്വഭാവങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേണ്ടതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഈ വ്യക്തികൾ. വലിയ ആഡംബരങ്ങളും ആൾക്കൂട്ടവും ആരവങ്ങളുമൊന്നും ഇവർക്ക് സന്തോഷിക്കുവാൻ വേണമെന്നില്ല. അതായത് ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർക്ക് വലിയ സന്തോഷം കണ്ടെത്തുവാൻ കഴിയും എന്നുള്ളതാണ്. ആരും ഇവരെ വാഴ്ത്തണമെന്നോ ശ്രദ്ധിക്കണമെന്നോ ഒരു ചിന്ത ഇവർക്കില്ല.
ഇവർ ഇവരെക്കുറിച്ച് പൊങ്ങച്ചം പറയില്ല എന്നു മാത്രമല്ല, ഇവരെക്കുറിച്ച് ആരെങ്കിലും പൊക്കി പറയുന്നത് കണ്ടാൽ അതിൽ വീഴുന്ന വ്യക്തികളുമല്ല ഇവർ. ഇവരെ ആരെങ്കിലും വാഴ്ത്തിപ്പാടുവാൻ വന്നുകഴിഞ്ഞാൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനാണ് ഇവർ എപ്പോഴും ശ്രമിക്കാറ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ പെർഫെക്ഷന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളായിരിക്കും ഇവർ. അതായത് ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെയധികം വൃത്തിയോടുകൂടിയും പൂർണ്ണതയിലെത്തിക്കുവാനും ഇവർ പ്രത്യേകം ശ്രമിക്കാറുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അങ്ങനെയും ഇങ്ങനെയും കാട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകുവാൻ ഇവർ തയ്യാറല്ല. എല്ലാം അടുക്കും ചിട്ടയോടും കൂടി വൃത്തിയായി പൂർണ്ണതയിലെത്തിക്കുവാനാണ് ഇവർ എപ്പോഴും ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ ഇവർ എത്ര തന്നെ ചെയ്തു കഴിഞ്ഞാലും, അതായത് ഇവരുടെ 100% ഇവർ അതിൽ കൊടുത്തു കഴിഞ്ഞാലും ഇവർക്കതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല. എത്ര തന്നെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാലും ഇവർക്കതിൽ നിന്നും പരിപൂർണമായ ഒരു തൃപ്തി, അതായത് ഒരു സംതൃപ്തി ലഭിക്കണമെന്നില്ല. മറ്റൊന്ന്, പ്രതികരണശേഷി വളരെ കൂടുതലുള്ള വ്യക്തിത്വങ്ങളാണ് ഇവർ എന്ന് പറയുന്നത്. തെറ്റും അനീതിയും കണ്ടാൽ പ്രതികരിക്കും എന്നുള്ള കാര്യം ഉറപ്പായതാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരുടെ മുഖത്തു നോക്കി തന്നെ പറയുന്ന സ്വഭാവക്കാരാണിവർ. അതിനാൽ തന്നെ ഇവർക്ക് ജീവിതത്തിൽ ശത്രുക്കൾ വളരെ അധികമായിരിക്കും. സ്വന്തം കുടുംബത്തിൽ പോലും ബന്ധുക്കൾക്കിടയിൽ പോലും ഇവർക്ക് ശത്രുക്കൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകത. ഈ ഒരു സ്വഭാവം കൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതവർ വലിയ ഗൗരവത്തിൽ എടുക്കാറില്ല എന്നതാണ് മറ്റൊരു സത്യം. ജീവിതത്തോട് പടവെട്ടി പൊരുതി ജീവിക്കുന്നവരാണ് ഇവർ എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു വലിയ പ്രത്യേകത. സ്വന്തം കഠിന പ്രയത്നത്താൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണിവർ. കുടുംബസ്വത്തോ ഭാഗ്യങ്ങളോ കൊണ്ട് രക്ഷപ്പെടുന്നവരല്ല ഇവർ. കുടുംബ പദവിയോ കുടുംബസ്വത്തോ കുടുംബ മഹിമയോ ഭാഗ്യം തുണയ്ക്കുന്നതുകൊണ്ടോ അല്ല ഇവർ രക്ഷപ്പെടുന്നത്. മറിച്ച് ഇവരുടെ കഠിന പ്രയത്നത്താലാണ് ഇവരുടെ ജീവിതം രക്ഷപ്പെടുക. ഇത് നമുക്ക് ഇവരുടെ ജീവിതത്തിൽ തന്നെ പ്രകടമാകുന്നതാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ചേർത്തു നോക്കുക. നിങ്ങളുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ന് പരാമർശിച്ച കാര്യങ്ങൾ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ്. മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം. കൂടാതെ ലോയൽറ്റി ബാഡ്ജസ്, എക്സ്ട്രാ പെർക്സ്, എക്സ്ട്രാ ബെനിഫിറ്റ്സ്, സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ്. ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ്, സൂപ്പർ താങ്ക്സ്, സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും 59 രൂപ മുതൽ. ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ UPI ആപ്ലിക്കേഷൻ, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ്.
പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇനി എന്തിന് കാത്തിരിക്കണം? ജോയിൻ അസ് നൗ.